ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വന്ന് ഞാനിപ്പോൾ ആണ്ടിലൊന്നോ രണ്ടോ വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊല്ലത്തെ ഫസ്റ്റ് വ്ളോഗാണ് എൻ്റെ കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം, ഒന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ തള്ളവൈബായി വരുന്നതെന്ന് തോന്നുന്നു. ആക്ച്വലി തള്ളവൈബാണ്. ബിക്കോസ് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ പോകുന്ന വഴി ഒന്നും മേടിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി സ്നാക്സും എല്ലാം ഒക്കെ പാക്ക് ചെയ്താണ് ഞാനും ഇന്ന് പോകുന്നത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആക്ച്വലി ഒരു തമിഴ്നാട് ഭാഗത്തേക്കാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വ്ളോഗിൽ പറയുന്നുണ്ടല്ലോ. എനിവേസ് ഞാനിന്ന് എന്താ പറയുക, അങ്ങനെ ഞാൻ ആക്ച്വലി റെഡി ആവാറില്ല കുറേ നാളായി. അപ്പം ഞാനിന്ന് ഓവറായിട്ട് കുറച്ച് റെഡി ആയിട്ടൊക്കെയാണ് ഇറങ്ങിയേക്കുന്നത്. കാരണം നമ്മളിങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടക്കണം, അപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ബട്ട് ഞാനതിപ്പോൾ എൻജോയ് ചെയ്യാറില്ല, സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ അടിപൊളിയായിട്ട് നൈസായിട്ട് ഞാനും പോകും ഇറങ്ങി. ബട്ട് കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശന്നു ഗൈസ്. അപ്പം നമ്മൾ ബർത്ത്ഡേക്ക് ഇവിടെ വന്നിരിക്കുന്നത് ചിതറാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. പിന്നെ നമ്മൾ തമിഴ്നാട് അടുത്തായത് കൊണ്ട് തമിഴ്നാട് ബോർഡറിലാണ് ഈ സംഭവം വരുന്നത്. സോറി, തമിഴ്നാട് തന്നെയാണ്. എന്തോ പാറയുടെ മേലിലാണ്. അപ്പം രാവിലെ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല, കാരണം നല്ല വെയിലായത് കൊണ്ട് പറ്റത്തില്ലല്ലോ. പക്ഷെ ഇപ്പം 5 മണിക്ക് ക്ലോസിങ് ആയതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് മുന്നേ വന്നേക്കും. അപ്പോൾ വെയിലിച്ചിരി മങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം കയറാൻ വേണ്ടി പോവാം. ട്രെക്കിംഗ് ആണോ, കുറച്ചും കണ്ടും കയറണം, അതൊന്നും അറിയില്ല. പോയിട്ട് നമുക്ക് അന്വേഷിക്കാം. ഇവിടെ ഒരു വഴക്ക് കേൾക്കാവോ നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പോൾ കുറച്ച് കുറഞ്ഞ എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് സ്നാക്സ് ഒന്നും ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നൊരു പറഞ്ഞു. ബാഗ് ചെക്ക് ചെയ്യാൻ കുറച്ച് ചേട്ടന്മാർ ഫ്രണ്ട് ഇരിക്കുക. മലയാളവും തമിഴും മിക്സ്ഡ് പറയണ്ടല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ആള് ഇപ്പം തന്നെ കയറിയപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള ഒരാൾ പറയുക സ്റ്റിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ ട്രൈപോഡുണ്ട്, അപ്പം സ്റ്റിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന ചേട്ടൻ പറയുകയാണേ, എന്തുകൊണ്ട് പറ്റത്തില്ല? ടൂറിസ്റ്റ് അല്ലേ, ഒരു സ്റ്റിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? നിങ്ങൾ കൊണ്ടുവയ്ക്കോ? ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുക. ഇവർ തമ്മിൽ തീറ് വഴക്ക്. അവർ പറയാൻ ശരിയാ, ടൂറിസ്റ്റ് അത് കാണാൻ വേണ്ടി വരുമ്പം ഒരു സ്റ്റിക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് അല്ലേ? നമ്മളോട് വരുന്ന ഫോട്ടോ എടുക്കാനും ഇതൊക്കെ ഒന്ന് കാണാനും കാണിക്കാനുമാണ്. അയ്യോ, അപ്പം അതുകൊണ്ട് അവർ തമ്മിൽ നല്ല വഴക്ക്. എനിവേസ് അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോ വേണം, നിങ്ങൾ പൊക്കോ. അപ്പോൾ ഞങ്ങൾ സ്റ്റിക്കുണ്ട്. സ്റ്റിക്കെന്ന് വെച്ചാൽ ട്രൈപോഡ് കണ്ട ഇത്. അയ്യോ, ഭൂരിപക്ഷം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കയറാൻ. അതെ, നമ്മൾ പിന്നെ ചോദിച്ചു ഞങ്ങൾ കൊണ്ട് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ വേണ്ട കയറി പൊക്കോളാൻ പറഞ്ഞു. അയ്യോ, നിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാവേ. സ്റ്റെപ്പ് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരണം. ഓക്കെ, പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നത് പാട്. ഈ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, നല്ല കയറ്റാണിത്. ഇത് വീഡിയോയിലൊന്നും മനസ്സിലാവത്തില്ലായിരിക്കും നിങ്ങൾക്ക്, പക്ഷേ നല്ല ഹൈറ്റാണ്. ഇറ്റ്സ് ലൈക്ക് കുത്തനെ കയറ്റം. താഴത്തേക്ക് നോക്കുമ്പോൾ ഓക്കെ, പക്ഷേ മേളിലേക്ക് 2 സ്റ്റെപ്പ് നമ്മൾ കയറുമ്പോൾ തന്നെ വലിയ പാടുപെട്ട് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു സൈഡിലെത്തി. ഇനി മേളിൽ കയറാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങ് എത്തി. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല വ്യൂ കേട്ടോ. അപ്പം നമ്മുടെ വെയിലൊക്കെ മങ്ങി, പക്ഷെ എന്നാലും പാറയൊക്കെ നല്ല പഴുത്ത് കിടക്കുമായിരുന്നു. പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടാ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ബർത്ത്ഡേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പുറത്ത് പോയി കറങ്ങാൻ ട്രിപ്പ് അടിക്കുകയാണോ ഇഷ്ടം, അതോ ഇങ്ങനെ വീട്ടിലിരിക്കുന്നതാണോ ഇഷ്ടം? ഓരോ സ്ഥലത്തും നടന്ന് വരുമ്പം കുറേ ബെഞ്ചസ് ഉണ്ട്. ഇരുന്നിരുന്ന് പോവാം. ഒറ്റ ഇതിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നല്ല കയറ്റാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഓരോ സ്പോട്ടുണ്ട്. ലൈക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം അങ്ങനെ. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് പാറയുണ്ട്. അതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കാം. നമ്മളിപ്പോൾ 5 മണിക്ക് ഇവിടെ ക്ലോസിങ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് നടന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കണം. ഈ കയറ്റാനും പാട്. വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കും ഓക്കെ, അല്ലാത്തവരൊക്കെ ചുമ്മാ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നെപ്പോലെ. അയ്യോ, എന്തോ എൻ്റെ കാരണമാണ് ലേറ്റായത്. പോണോ വേണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പം വന്നിരുന്നെങ്കിൽ ഇവിടെ പഴുത്തു പോയണേ. ഇപ്പം തന്നെ നല്ലതായിട്ട് ഉരുകുന്നുണ്ട്, വറുത്ത് വരുവാണ്. പക്ഷേ ഇപ്പം നല്ലപോലെ തണലുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ
ഈ പാറ ഇഷ്ടം പോലെ ദിവസം പാറേൻ്റെ ചൂടടിച്ച് നമ്മളൊരു വഴിയാണ്. ബട്ട് ഇതാണ് കറക്റ്റ് ടൈം. ഒരു 4 o'clock ആണ് ലാസ്റ്റ് ടൈം അല്ലേ? ഒരു ബിഫോർ 4 എത്തുക. അപ്പോൾ 1 മണിക്കൂർ ഇവിടെ ആരാംസെ നമുക്കിവിടെ കാറ്റും കൊണ്ട് വിയർപ്പും കടിച്ച് ഇങ്ങനെ നടക്കാം. വരും. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് കേട്ടോ. ഇവിടെ വന്നിട്ട് ആ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ ഇതിൽ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ ഭയങ്കര വിയർത്ത് വിളിച്ച് തന്നെയാണ് വന്നത്. പക്ഷേ ആ മുകളിൽ വന്നപ്പോൾ നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല രസമുണ്ടായിരുന്നു അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേസിലൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്കിത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് എൻ്റെ ഭർത്താവ് അവിടെ നോക്കി പ്രാർത്ഥിക്കണം. അതിനകത്ത് എന്തോ വിഗ്രഹം ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്ന കണ്ടു കേട്ടോ ഞാൻ. സോ ഗൈസ്, ഫൈനലി ചിതറാളിൽ നിന്ന് നമ്മളിപ്പോൾ പോകാൻ പോകും. പക്ഷേ ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. സേവ് ദ ഡേറ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾ അങ്ങനെ ട്രെക്കിംഗ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി പോയി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ആകെ കൂടെ പോയിക്കുന്നത് ശാസ്താംപാറ, പിന്നെ മറ്റേ തേനീക്കമ്പം അവിടെയൊക്കെയാണ്. ബട്ട് ഇവിടെ അടിപൊളിയാണ്. കുറച്ച് കയറ്റം പാടാണ്, പക്ഷേ ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ നല്ല രസമുണ്ട്. നമ്മളെ വിയർത്താ വന്നത്. പക്ഷേ ഇവിടെ കുറേ മരങ്ങളും കുറേ തണലും ഒക്കെ വന്ന് നമ്മളിവിടെ ഇരുന്ന് ഒരു ഭയങ്കര നമുക്കൊരു സൈലൻസാണ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റാണ് ഇവിടെ. ഇഷ്ടംപോലെ പേര് വന്നു പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ഇത് ഫോട്ടോഗ്രാഫേഴ്സിനൊന്നും ചിലപ്പം അറിയില്ലാത്തൊരു സ്ഥലമായിരിക്കുമെന്ന്. സേവ് ദ ഡേറ്റിനൊക്കെ നല്ല അടിപൊളി പറ്റിയ സ്ഥലമാട്ടോ ഇവിടെ. എനിക്കിവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിവേയ്സ്, ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് എൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഏരിയാസ് അല്ലേ, ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷേ സ്പോട്ട് അടിപൊളിയൊക്കെ ഉള്ള. ഞാനിവിടെ ഇരുന്ന് കുറേ ഫോട്ടോ എടുത്തു. ഇനി ഈ ഫോട്ടോ എല്ലാം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ട് നാട്ടുകാരെ വെറുപ്പിക്കണം. ഇതൊക്കെ ഈ ഇതിനകത്ത് ലൈക്ക് ലോക്ക് ചെയ്തിട്ടേക്കാണ്, അമ്പലം പോലെ സെറ്റപ്പ്. പക്ഷെ ഇതിനകത്തൊന്നും കാണാനില്ല. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ. പിന്നെ ഗൈസ്, ഇത് ആക്ച്വലി ഒരു ജെയിൻ ടെമ്പിളാണ് കേട്ടോ. ഇതാണ് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് സൈഡ്. ഈ ടെമ്പിളിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കുളം പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ചൂടുള്ള സമയത്തും ആക്ച്വലി ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പം നല്ലൊരു മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കാണുവാണെങ്കിൽ നല്ല അടിപൊളി നല്ല രസമായിരിക്കും ആക്ച്വലി. ഇനിയൊരു സമയത്ത് നമുക്ക് എന്തായാലും ഇവിടെ ഒരു മഴക്കാലത്ത് വരണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. പിന്നെ വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണം. ഇവിടെ സ്ഥലത്തൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ കുഴി അതും ഇതൊക്കെ ഉണ്ടാവും. ചെന്ന് പെടരുത് കുട്ടേട്ട എന്നും പറഞ്ഞ് പിന്നെ കിടന്ന് കാറേണ്ടി വരും. സോ ഇതാണ് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. ഇന്ന് ഈദായതുകൊണ്ട് ഇതിൻ്റെ ഹോളിഡേ ആയിരുന്നു. സോ അതുകൊണ്ട് രാവിലെ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിരുന്നു പോകണോ വേണ്ടായിരുന്നു, ബിക്കോസ് ഈ ചൂട് കാരണം. ഞാനിപ്പോൾ ഈ ചൂടത്ത് എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഈ ഒരു ഫാൻ ക്യാരി ചെയ്യും കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങളെല്ലാവരും ക്യാരി ചെയ്യുക, ഓക്കെ? സോ അപ്പോൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യാതെ ഇന്ന് രാവിലെ ഗൂഗിളിൽ തപ്പി കണ്ടുപിടിച്ച ഫസ്റ്റ് ഞങ്ങളുടെ പ്ലാൻ ലൈറ്റ് ഹൗസ് പോകാനായിരുന്നു. പക്ഷേ ലൈറ്റ് ഹൗസ് ഇന്ന് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പത്മനാഭൻ്റെ മണ്ണിൽ ഞാനിവിടെ വന്നിട്ട് 1 കൊല്ലം ആവാറ്. എന്നിട്ട് ഞാൻ ഇതിനായിട്ട് പത്മനാഭനെ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഗൂഗിളിൽ എവിടെ പോകണം തപ്പിയപ്പോൾ കിട്ടിയതാണ് ചിതറാൾ. ഈ പ്ലേസ് അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ തെന്നാനൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് നല്ല ട്രെക്കിങ്ങിനൊക്കെ അടിപൊളി ഏരിയ ആണ്. ആൻഡ് അതുകൊണ്ട് ആര് വന്നാലും അവിടെ കയറിയിരുന്ന് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാം. നല്ല അടിപൊളി ഫ്രെയിംസ് കിട്ടും. ആൻഡ് ഈ ഒരു ടൈമിൽ വരിക, ഉച്ചയ്ക്കോ രാവിലെയും വരേണ്ട കാര്യമില്ല. ഒരു 3:30 ഒക്കെ ആകുമ്പോൾ കയറുക. 4 ഒക്കെ ആകുമ്പോൾ മുകളിൽ മൊത്തം കാണാൻ പറ്റും. 5 വരെ സുഖമായിട്ട് ഇവിടെ നിൽക്കുക, പോവുക. സോ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇങ്ങനെ പുറത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോകുന്നത്. സാധാരണ എല്ലാ കൊല്ലവും പാരൻസിൻ്റെ കൂടെ ആയിരിക്കും. ഒരു കേക്ക് കട്ട് ചെയ്യും, തീരും. ഇനി കേക്ക് കട്ട് ചെയ്യാനാണ് നമുക്ക് പോണ വഴി ഒരു ഡ്രീം കേക്ക് വാങ്ങിച്ചിട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. ഇവിടെ ഞാൻ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Till then, നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഈ വ്ളോഗ് എന്നാ അപ്ലോഡ് ചെയ്യണേ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടാറ്റാ, ഓക്കെ, ബൈ.